സിജോ വർഗീസ് കൂടിയുണ്ട്. സിജോ, നമുക്കറിയാം അടുത്ത കുറച്ചു കാലമായി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി സംഘർഷം തന്നെയാണ്. ഓരോ ദിവസവും ആനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങി ആളുകൾക്ക്, ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാരിന് എന്ത് ചെയ്യണം എന്നതിലൊരു വ്യക്തതയില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ജനവാസ മേഖലയിൽ, വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ ഉയർന്നു വരുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനായുള്ള ഒരു നീക്കിയിരിപ്പ്, പ്രത്യേക പദ്ധതി തന്നെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടുക്കിയിലെ ജനങ്ങളുള്ളത്. കാരണം ഓരോ ബജറ്റിലും എന്തെങ്കിലും ഒരു ആശ്വാസ പദ്ധതികൾ ഉണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലും പ്രതീക്ഷയും എല്ലാം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്കുണ്ട്. വനാതിർത്തി മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയാണ് ഏറ്റവും വലുതായിട്ട് പറയുന്നത്. കാരണം ഇടുക്കിയിൽ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും അതിനെല്ലാം ബേസായിട്ട് നിൽക്കുന്നത് ഇടുക്കി പാക്കേജ് തന്നെയാണ്. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ 2019 ഒരു 5000 കോടിയും പിന്നീട് 1000 കോടിയും പിന്നീട് 12000 കോടിയും ഇങ്ങനെ പല കോടികളുടെ കണക്ക് ഇടുക്കി പാക്കേജിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പദ്ധതികളെല്ലാം ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ആസൂത്രണം വളരെ കുറവാണ് എന്നുള്ളൊരു വിമർശനം എല്ലാ തവണയും ഉയരാറുള്ള ഒരു കാര്യം തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷമാണ് എടുത്തു പറയേണ്ടത്. ഈ ഘട്ടത്തിൽ പറയുമ്പോൾ പോലും നമ്മൾ ഈ പറയുന്ന സാഹചര്യത്തിൽ ഇന്നലെ തന്നെയും ഒരു ആളുടെ ജീവൻ, മറയൂർ സ്വദേശി വിമലൻ്റെ മരണം, അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ കാട്ടാനകൾ അല്ലെങ്കിൽ മറ്റ് കാടിറങ്ങുന്ന വന്യജീവികൾ അത് മനുഷ്യർക്ക് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ കാർഷിക വിളകളെല്ലാം നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇടുക്കിയെ സംബന്ധിച്ച് കാർഷിക ടൂറിസം മേഖലകളെ ആശ്രയിച്ചാണ് പ്രധാനമായും ആളുകൾ ജീവിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്കും വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ മനുഷ്യർക്ക് ജീവിക്കാനാകാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് വന്യമൃഗങ്ങളുടെ വലിയൊരു വരവ് തന്നെയാണ്. കാടിറങ്ങിയെത്തുന്ന വന്യമൃഗങ്ങൾ കൃഷി മേഖലയിലായാലും ജനവാസ മേഖലയിലായാലും എത്തി വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാർഷിക കടാശ്വാസ പദ്ധതികൾ അത് എന്തായാലും വേണം. ഒരു വിലസ്ഥിരത, കാർഷിക വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അത് ആളുകൾ വലിയ രീതിയിലൊരു പ്രതീക്ഷ, ഈ ബജറ്റിൽ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ആളുകൾക്ക് ഉണ്ട്. ഒപ്പം തന്നെ 2018-19 മഹാപ്രളയങ്ങൾ അത് വരുത്തിവെച്ച നാശം, അത് വലിയൊരു നാശമാണ്. അവരുടെ പ്രളയ പുനരധിവാസ പദ്ധതികൾ അത് ഇനിയും പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കാർഷിക മേഖലയ്ക്കും വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എല്ലാം കടുത്ത വേനൽ വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അതിൻ്റെതായ രീതിയിൽ അർഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ ഇതെല്ലാം ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും ജനങ്ങൾക്ക് ഉണ്ട്. ഒപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് മലയോര മേഖലകളിൽ, വനാതിർത്തി മേഖലകളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുക, ട്രെഞ്ചുകൾ സ്ഥാപിക്കുക. ഒപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ ഈ വനംവകുപ്പിനെ സഹായിക്കാൻ പ്രാദേശികമായിട്ട് വനവാച്ചർമാരെ നിയോഗിക്കുക. ഇതിനെല്ലാം തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക കെട്ടുറപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമോ എന്ന് നോക്കണം. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലയങ്ങളുടെ നവീകരണമാണ്. ഓരോ ബജറ്റിലും ഇത്തരത്തിൽ 10 കോടി വീതം ഈ ലയങ്ങളുടെ നവീകരണത്തിന് തൊട്ടമേഖലയിലെ പുനരുജ്ജീവനത്തിന് വേണ്ടി പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഈ ലയങ്ങളുടെ നവീകരണമൊന്നും പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ അത്തരത്തിലേതെങ്കിലും പ്രഖ്യാപനത്തിനപ്പുറം അത് നടപ്പാക്കുന്ന രീതിയിലുള്ള കർമ്മ പദ്ധതികൾ കൂടി വിഭാവനം ചെയ്യുമോ എന്നുള്ളതും ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചും കാത്തിരിക്കുന്ന അവരൊരു പ്രതീക്ഷയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളാണ് മലയോര മേഖലയിൽ നിന്ന് വരുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ വേണ്ടി പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു.